വെൽക്കം ബാക്ക് എസ് ബി ബ്ലോഗ്സ് ആൻഡ് എവറിത്തിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം തറവാട്ടിലാണ്. ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം നോമ്പൊക്കെ ആയിട്ട് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ഐറ്റം പാലട കട്ട്ലേറ്റ്. അപ്പോൾ പാലട കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വിധം അപ്പോൾ ഉമ്മിച്ച് എന്തായാലും ഫ്രെയിമിൽ വരുന്നില്ല. ഉമ്മിച്ച് ജസ്റ്റ് പറയാം എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ പറയാമെന്നാണ് പറയണം. പിന്നെ അതുകൂടാണ്ട് ഇത് റെഡിയാക്കി വെച്ചിട്ട് ചൂടോടെ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇത് റെഡിയാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ആ നോമ്പിൻ്റെ സമയത്താണ് അത് ഫ്രൈ ചെയ്ത് ചൂട് കൊടുക്കണ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ അല്ലേ? പാലട കട്ട്ലറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ: 3/4 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, മുട്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ലൂസാക്കി എടുക്കണം. പാലട കട്ട്ലറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു കഷ്ണം ക്യാരറ്റ്, സെല്ലറി ഒരു തണ്ട്, 6 ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ ഒരു തണ്ട്, ഇറച്ചി 150 ഗ്രാം, ബീഫ് 100, അമുൽ ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിനുശേഷം ബീൻസ് വഴറ്റുക. ചെറിയ തീയിൽ വെച്ച് ബീൻസ് വഴറ്റുക. പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി എടുക്കണം. ക്യാരറ്റ് ഇടുക. ക്യാരറ്റും ബീൻസും കൂടെ ഒന്നും കൂടെ ഇളക്കി ഒരു നുള്ളി ഇതിലേക്ക് ഇട്ട് വഴറ്റുകയാണ്. വഴന്ന് ഒരുവിധമാകുമ്പോൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനും സെല്ലറിയും ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും വഴറ്റി കൊടുക്കുക. ബീഫ് ഉപ്പിട്ട് വേവിച്ച് മിക്സിയിലിട്ട് ചതച്ച് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ചെറിയ തീയിൽ വേണം ഇത് വഴറ്റാൻ, ഇത് കരിഞ്ഞു പോകും. ഇത് വഴറ്റി കഴിഞ്ഞ് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചട്ടിയിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ 100 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് മെൽറ്റാകണ വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മെൽറ്റായി കഴിഞ്ഞ് അതിലേക്ക് 2 സ്പൂൺ മൈദ മാവ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിക്കുക. 100 ഗ്രാം ബട്ടറിട്ട് ബട്ടർ മെൽറ്റായി. അതിനുശേഷം 2 സ്പൂൺ മൈദമാവ് ഇട്ട് അത് ഇളക്കി അതിനുശേഷം ഒന്ന് കട്ടയൊക്കെ മാറി വന്നതിന് ശേഷം 1 ഗ്ലാസ് പാലൊഴിച്ച് ഇതേ പരുവത്തിൽ ആക്കി വെക്കുക. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഇറച്ചിയും പച്ചക്കറിയും എല്ലാം കൂടെ ആദ്യം തട്ടിൽ വെച്ച് അതിനുശേഷം 1 സ്പൂൺ ബട്ടർ വെക്കുക. ബട്ടർ വെച്ച് അതിനുശേഷം ഇതുപോലെ 4 മടക്ക് മടക്കി പശയിൽ മുക്കി മുട്ടയിൽ മുക്കി ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുക. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കാം.
ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഒഴിക്കാം. ആവശ്യത്തിന് ഓയിൽ. എണ്ണ ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാലട കട്ട്ലേറ്റ് നമ്മൾ 5 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. അപ്പോൾ എണ്ണ ചൂടായുണ്ട്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കാം. തീ കുറച്ച് വെക്കണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പാലാട കട്ട്ലേറ്റ് റെഡിയാണ്. നമ്മളിത് നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഹായ് ഗായ്സ്, നമ്മുടെ പാലാട കട്ട്ലേറ്റ് റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ചൂടാറി കഴിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ ചൂടായി കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സുനിൽ ബാബു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.